കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. സഖാക്കളെ, ഈ ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ട് പാർട്ടിയെ കുറ്റം പറയുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആവശ്യമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കും. അതെ, പാർട്ടിയുടെ ചർച്ചയാണ് ഈ റോഡിൽ നടക്കുന്നത്. പാർട്ടിയുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പാർട്ടിയുടെ പരിപാടി നടത്താൻ അല്പസമയം റോഡ് ബ്ലോക്കാക്കുന്നതിനോട് നിങ്ങൾക്ക് സഹകരിച്ചുകൂടെ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ റോഡിൽ വെച്ച് കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ, ഞാൻ ചെയ്യില്ലെങ്കിലോ? പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു രക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക. അതേ സഖാക്കളെ, നമ്മളിങ്ങനെ നടു റോട്ടിൽ പരിപാടി നടത്തുന്നത് കാണുമ്പോൾ പലർക്കും അസൂയ തോന്നുന്നുണ്ടാകും. അങ്ങനെ അസൂയ തോന്നുന്നവർ പല അപശബ്ദങ്ങളും പുറപ്പെടുവിക്കും. അതെ, വിജയരാഘവൻ സഖാവ് അത് കൃത്യമായി അനുകരിച്ചു. പലരും കുറ്റം പറയും. റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. സഖാവ് നമ്മളെ കുറ്റം പറയുന്നവരെ ഓരോരുത്തരെയായി നമുക്ക് അനുകരിച്ച് കാണിച്ചു തരികയാണ്. എല്ലാ സഖാക്കളും സഖാവിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. കൈയടിച്ചു കൊടുക്കുന്നു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഈ കഥയൊക്കെ അങ്ങ് വഞ്ചിയൂരിൽ ഞങ്ങൾ ഒരുപാട് കേട്ടതാണ്. അതിന് ഓരോരുത്തർക്കും ശക്തമായ രീതിയിലാണ് സഖാവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ട്രാഫിക് ജാം! തീർന്നില്ല സഖാക്കളെ, നമ്മൾ നടു റോട്ടിൽ ഒരു സ്റ്റേജ് കെട്ടിയാൽ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പ്രചരണം തുടങ്ങും. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി. അതെ, പാർട്ടിയുടെ പരിപാടി നടു റോട്ടിൽ നടത്താൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാവില്ല. അതാണ്, പാർട്ടി പരിപാടി നടത്തിയാലും ഇല്ലെങ്കിലും ഇവിടെ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ് സഖാവ് ഇവിടെ സൂചിപ്പിച്ചത്. 10 കാർ പോവേണ്ട ബുദ്ധിമുട്ട് നമ്മുടെ ജാഥ കൊണ്ട് ഈ നാടിനുണ്ടായിട്ടുണ്ടോ? അതാരും പറയുന്നില്ല. ജാഥ നടക്കുന്ന ദിവസങ്ങളിൽ വാഹനങ്ങൾ വേണമെങ്കിൽ ഒരു ഹാളിൽ ഓടിച്ച് നടക്കട്ടെ. അതല്ലാതെ ജാഥ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാറുമായി ഇറങ്ങിച്ചെല്ലുന്നത് പാർട്ടിയെ തകർക്കാനുള്ള പ്രവണതയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യം നടന്നു പോയപ്പോഴും. സഖാക്കളെ, ഇപ്പൊ കണ്ട കാറിനെ കുറിച്ചല്ല സഖാവ് സൂചിപ്പിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണ്. അത് നമ്മൾ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ജാഥയെ അല്ല എതിർക്കേണ്ടത്, പകരം റോഡിലിറങ്ങുന്ന കാറുകളെയാണ് എതിർക്കേണ്ടത്. അതെന്തിനാണ് ഈ കാർ ഇങ്ങനെ ഉരുട്ടി ഓടിക്കുന്നത്? ജാഥ നടത്തുന്ന റോഡിലേക്ക് ഇവരെന്തിനാണ് കാറ് കൊണ്ട് ഇറങ്ങുന്നത്? അമ്മായിയമ്മയെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. സഖാവ് സൂചിപ്പിച്ചതുപോലെ അമ്മായിയമ്മയെ കാണാനുള്ള യാത്രക്കാണോ ഈ റോഡ് അനുവദിക്കേണ്ടത്? അതോ പാർട്ടിയുടെ സമ്മേളനങ്ങളും ജാഥകളും നടത്താനാണോ റോഡ് വിട്ടുകൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് പാർട്ടിയുടെ നിലപാട്. 2 വരിപ്പാതയുണ്ടെങ്കിൽ അതിലൊരു വരിയിലൂടെ കാർ പോയിക്കോട്ടെ, മറ്റേ വരിയിലൂടെ പാർട്ടിയുടെ ജാഥ പോട്ടെ. അതാണ് സോഷ്യലിസം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കാർ പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനെയും നടു റോഡിലിരുന്ന് ചിന്തിക്കാനും സമ്മേളനങ്ങൾക്ക് കസേര നിരത്താനും അനുവദിക്കണം. അതിന് അവകാശമുണ്ട്. ആ അവകാശങ്ങൾ ഞങ്ങൾ ചോദിച്ചു തന്നെ മേടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇനിയും നടു റോഡിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.